നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലെ വളരെ ആക്റ്റീവായിട്ടുള്ള നമ്മുടെ ഒരു സബ്സ്ക്രൈബർ, നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ചേട്ടനാണിത്, നമ്മുടെ പ്രവീൺ ചേട്ടൻ. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയായിരിക്കും, സ്ഥിരമായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സ് നോക്കുന്നവർക്കൊക്കെ അറിയായിരിക്കും പ്രവീൺ ചേട്ടനെ. അപ്പോൾ നമ്മുടെ 3 മക്കളുടെ റിയാക്ഷൻ നോക്കാം. ആലി ഭയങ്കര സീനായിരുന്നു, ആലി ഭയങ്കരമായിട്ട് കുരയ്ക്കുന്നുണ്ടായിരുന്നു. ഈസ് കുറച്ചൊന്ന് കുരച്ചെങ്കിലും പിന്നെ അവൾക്കൊരു ഇച്ചിരി പേടിയുണ്ടായിരുന്നു, സ്ട്രേഞ്ചർ ആയതുകൊണ്ട് തന്നെ. എങ്കിലും വലിയ കുഴപ്പമില്ലാതെ നിന്നു. ആലിയുടെ കാര്യം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ആലി ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. ഏതൂട്ടം വന്നേ പിന്നെ നമ്മുടെ ആലി ഭയങ്കര പ്രൊട്ടക്ഷനാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആലിക്ക് ആരെയും ഒരു ട്രസ്റ്റ് എന്ന് പറയുന്ന സാധനമില്ല. അപ്പോൾ ആലി മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആലി പൊടിക്കോ നിങ്ങളാ ആലിക്കങ്ങോട്ട് പറ്റില്ല. പേടിക്കണ്ട കേട്ടോ, അവനോട് ഐസ്ക്രീം ടർട്ടി, ഐസ്ക്രീം ടർട്ടി അത് കൊള്ളാമൊക്കെ ഇത് നമ്മുടെ എനിക്ക് എന്താ വാങ്ങുന്നത് അറിയില്ല. അപ്പൊ അത് ഇഷ്ടപ്പെട്ടെ ഞാനൊക്കെ ഇത് അത് ചേട്ടനോട് അടി കൂടാനേ അല്ല അത് രസമായിട്ട്. കാരണം ഇവരുടെ രണ്ടുപേരുടെയും കണക്ഷൻ പറയുമ്പോൾ ഒരു ചങ്ക് ഇവരോട് അവൻ കാണിക്കുന്നത് ഒരു ഭയങ്കര സ്നേഹം, ഒരു ഭക്തി ഭവനം അത് കൊടുക്കാം. ചേച്ചിയുടെ പടം കണ്ട ചേച്ചിയുടെ പടം ചേച്ചി അല്ല, അത് വേറെ. ഇത് കാണണോ? ഇത് കാണണോ? ഇതെന്തോ അതിലാണ് ചേച്ചിയുടെ ഫോട്ടോ. ഇത് കാണണോ? എന്തുവാന്ന് കാണണോ? എന്തുവാന്ന് പൊട്ടിക്കട്ടെ, തുറക്കട്ടെ, തുറക്കട്ടെ ഡാടാ, തുറക്കട്ടെ. ഇതപ്പന് വാങ്ങിട്ട് വന്നോ പ്രവീമാമ? കണ്ടോ? പൊട്ടിക്കട്ടെ ഡാടാ. ഇസൊന്ന് കൂടായല്ല അവ എന്തി കൊള്ളാമോ? കൊള്ളാമോ? ചേട്ടാ നേരെ വിളിക്കുന്നു. എന്ത് കണ്ടാലും ചേട്ടനാ. ചെല്ലു മോളെ. എത്ര മോളെ എത്ര കണ്ടതറിയ മാമ? മോളെ ഫസ്റ്റ് വന്നിട്ട് 2.5 വർഷമായി. ആലിക്കൂട്ടൻ വരുന്നതിന് മുമ്പ് പിന്നെ ഏതാ പോരുന്ന മുമ്പ് കണ്ടു തുടങ്ങിയതാണ്. അന്ന് മുതൽ ഞാൻ ഇങ്ങനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ ഭയങ്കര സന്തോഷമായി. ബിസ്ക്കറ്റും സംഭവങ്ങളും ഒക്കെ കൊടുക്കാൻ നോക്കി, പക്ഷെ ആലി സഹകരിക്കുന്നില്ലായിരുന്നു. ഇസ് കഴിച്ചു. ആലി ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടാ പെരുമാറുന്നത്. പുള്ളിക്കാരനെ നന്നായിട്ട് കുറച്ച് പേടിപ്പിക്കാൻ ആല് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് പുതിയ ഇരയെ കിട്ടിയത്. പുറത്തങ്ങണ്ട് ആരാണ്ട് പോയി, പിന്നെ അതിനെയും തെറ്റി പോയിട്ടുണ്ട് രണ്ടുപേരും കൂടി. അവിടെയുള്ള ആൾക്കാരെ കുറച്ച് പേടിപ്പിക്കണം എന്നുള്ളതാണല്ലോ മെയിൻ. അകത്തിരിക്കുന്നവരെ പിന്നും കിട്ടുമല്ലോ. ആര് വന്നാലും പെട്ടെന്ന് കമ്പനിയാവുന്ന സ്വഭാവം രണ്ടുപേർക്കും ഇല്ല കേട്ടോ. 2 പേർക്കല്ല 3 പേർക്കും ഇല്ല ആ സ്വഭാവം. അവൻ കുറച്ച് സമയം എടുത്താണ് സെറ്റായത്. ഇത് തറയിടല്ലേ അത് ഏതൂട്ടാ മാമ കൊണ്ടുവന്ന് വീട്ടിക്ക് ഫസ്റ്റ് വന്നത് മുതല് എപ്പോഴും കാണാനില്ല. നീ ഫസ്റ്റ് ആ സമയത്ത് ഉവാവ് വന്ന സമയത്ത് മാമ ശരിക്കും വിഷമിച്ചറിയാം. ആ നീയാണ് എന്നെ ഇങ്ങനെ മാമനോട് പറഞ്ഞു വെച്ചേരാ. പ്രവീൺ മാമനോട് പ്രവീൺ മാമനോട് പറ വെക്ക. ഏതു ആദ്യം കരഞ്ഞാണ്, പിന്നെ കളിപ്പാട്ടൊക്കെ കിട്ടിയപ്പോ നീ അവനെ വിളിക്കുന്ന. നീ ഇത്ര നിന്നാടാ മേടിച്ചോണ്ട് പോയാ എടാ, നീ വിഴുങ്ങിയടിയത്. അത് വിഴുങ്ങിയടി. എടാ വിഴുങ്ങാടാ, ചവച്ചിട്ട് കത്തിയില്ലടി. ഏതൂരിന് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഈസുവിനും ആലിക്കും ട്രീറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അത് ഞാൻ കൊടുത്തു. ചേട്ടൻ കൊടുത്തപ്പം ഈസു കഴിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ആല് കഴിക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ നന്നായിട്ട് കഴിച്ചു. കളിക്കാൻ തരും കരയാൻ വന്നതാണ്. പിന്നെ ഇതൊക്കെ മാമ മേടിച്ചോണ്ട് വന്നാ പൊന്നിന് മേടിച്ചോണ്ട് വന്നാ മാമൻ. കണ്ടോ അമ്മ എന്ത് കഷ്ടപ്പെട്ട് വാങ്ങിട്ട് വന്നതാ. താങ്ക്സ് പറഞ്ഞില്ലല്ലോ, താങ്ക് യു പറഞ്ഞില്ലല്ലോ. ഇതൊരു താങ്ക് യു പറഞ്ഞു മാമനോട്.
ഏതു ആ ആ എന്നാ ഇതോടെ കൊടുക്കും, ഇതോടെ വെച്ച് തരും മാമ. മാമ കൊടുക്കും. കുറച്ച് കഴിഞ്ഞാൽ ഫുള്ള് ആവശ്യങ്ങളാണ്. ചേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ആളൊരു കോഫിയൊക്കെ കുടിച്ചു, അവിടെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ ഇസു സെറ്റായി കേട്ടോ, ഇസുവിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആലിക്ക് ഇപ്പോഴും ഒരു കൺഫ്യൂഷനാണ്, ഏതൊന്നും കുഴപ്പമില്ലായിരുന്നു, സ്നേഹമായിരുന്നു. ആലിത് അവിടെ സൂർജൻ്റെ കാലിലൊക്കെ കയറിയിരിക്കുന്നുണ്ട്. പിന്നെ ചേട്ടൻ കുറേ നേരം ഫോട്ടോ ഒക്കെ എടുത്തു ഇവരുടെ. ആലി സഹകരിക്കുന്നുണ്ടായിരുന്നില്ല, പക്ഷേ ഇസു ഏതു നന്നായിട്ട് സഹകരിച്ചു. ശരിക്കും ഏതു ആരത് ആരത് ചേട്ടൻ കാണിക്കുന്നോ? ചേട്ടാ നേടാ അവൻ പോയി 3 പേര് നിന്നോളില്ലേ? മൂന്നേരല്ലല്ലോ അവൻ ഔടായിപ്പ, അവള് നിൽക്കും. എടാ ഇങ്ങ് വന്നേടാ, അലമ്പല്ലേടാ. ഫോട്ടോ എടുക്കുവാണോ? പറഞ്ഞിട്ടൊക്കെ എടുക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ മടിയിൽ കയറി റാണിയായിട്ടിരിക്കാം. അതാണല്ലോ എൻ്റെ സ്ഥിരം പോസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചേച്ചി കയറി ഇരിപ്പുണ്ട്. പറഞ്ഞേ മാമ എടുത്തോ പ്രവീൺ മാമ. ഏതു മാമ ഏതു നീ ഒന്ന് താഴെ ഇറങ്ങി കൂട്ടാ. ചേച്ചീനെ എന്തോ ചെയ്യാന്നാണ് ഈ കൂട്ടം പറയുന്നത്. പക്ഷെ ചേച്ചിയാണ് അവിടെ കയറി ഇരുന്നിട്ട് വിരിവിര എന്തൊക്കെയോ കാണിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈസുവിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ചേട്ടനെ. അങ്ങനെ കുറേ നേരം അവിടെ കിടക്കുന്നുണ്ട്, താലോലിക്കുന്നു, കഥ പറയുന്നൊക്കെ കേട്ട് കിടക്കുകയാണ്. ഇപ്പോൾ കണ്ണിൽ നോക്കുമ്പോൾ പറയാം, അവളുടെ കണ്ണിൽ നോക്കി അവളുടെ മനസ്സിലെന്താണെന്ന് അറിയാൻ പറ്റും. ഭയങ്കര സ്നേഹമാണ്, ചിരിക്കുന്നൊക്കെ ഉണ്ട് ആള്. ഇതെല്ലാം കണ്ട് മുകളിൽ ഒരാൾ ഇരിപ്പുണ്ടെന്ന് പറയത്തില്ലേ, അതുപോലെ തന്നെ സൈഡിൽ ഒരുത്തി ഇരിപ്പുണ്ടായിരുന്നു. അവൻ നേരെ എൻ്റെ അടുത്ത് വന്നു, എൻ്റെ മടിയിൽ വന്ന് കിടക്കുകയാണ്. അമ്മ എനിക്കിതൊന്നും അത്ര പിടിക്കുന്നൊന്നുമില്ല കേട്ടോ, പിന്നെ എൻ്റെ അമ്മ ഉള്ളതുകൊണ്ട് ഞാനിതെല്ലാം അങ്ങ് സഹിക്കാമെന്നും പറഞ്ഞിരിക്കുകയാണ്. വേറൊരിടത്ത് ദേ കളിപ്പാട്ടവും കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടി എൻ്റെ അടുത്ത് വന്നിരുന്ന് കളിക്കുകയാണ്. കുറേ നേരം രണ്ടുപേരും അവിടെ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു. അവന്മാർ തമ്മിലും പരസ്പരം എന്തൊക്കെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എങ്കിലും ഈ ഈസു ഇങ്ങനത്തവളാണ്, ഇവൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ, ആരെങ്കിലും വന്ന് ഇങ്ങനെ കിടക്കാൻ പാടുണ്ടോ എന്നാണ് ആലി ഏതുവിനോട് പറയുന്നതെന്ന് തോന്നുന്നു. അതിനെന്താണെന്ന് ഏതുവും പറയുന്നുണ്ടെന്ന് തോന്നുന്നു. ആലിക്ക് എന്തായാലും ഇതൊന്നും അത്ര പിടിക്കുന്നില്ല. ആലി പിന്നെ ഞാനിരിക്കുന്ന ഒരു സമാധാനത്തിൽ ഇരിക്കുകയാണ്. ചേട്ടനൊന്ന് കൂളാവും, ഞാൻ പറയുന്ന കേക്കെന്നൊക്കെ പറഞ്ഞ് ഏത് കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ നടക്കുന്നില്ല. ആലി വീണ്ടും അവിടെ നന്നായിട്ട് അലമ്പി കുരയ്ക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ സൂർജൻ്റെ മടിയിലിരുത്തി പ്രവീൺ ചേട്ട അവനെ താലോലിക്കാനായിട്ട് പോയി. പക്ഷെ രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ, അവൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ അപ്പോഴും ഭയങ്കരമായിട്ട് സ്ട്രെയിഞ്ച് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ എന്താ പറയുക, എനിക്ക് താല്പര്യം ഇല്ല എന്നൊക്കെ. പക്ഷെ ലാസ്റ്റ് ആയപ്പോൾ സെറ്റായി. ചേട്ടൻ പോവാന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും ആൾ സെറ്റായി കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അടുത്തൊക്കെ വന്നിരുന്നു. ഞാൻ ഗുഡ് ബോയ് ഒക്കെയാ, പക്ഷെ ഞാൻ വരൂലേ. ആലിക്ക് എന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് വാങ്ങിക്കൊണ്ട് പോയത്. ആലി കഴിഞ്ഞോട്ടോ അത് വാങ്ങിയപ്പോ കഴിച്ചില്ലായിരുന്നു. ആ ഇസു സെറ്റായേ. ചേട്ടന്റെ ഇസുവിന്റെ ഫോട്ടോ എടുത്തു തരാം. ഫൈനലി നമ്മുടെ ആലി ഒന്ന് കീഴടങ്ങിയിട്ടുണ്ട്. ആലി കുറച്ച് നേരം ഇരുന്നൊക്കെ കൊടുത്തു, ഉമ്മയൊക്കെ കൊടുത്തു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ചേട്ടന് സന്തോഷമായി. ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഇവരെ 3 പേരെയും ഭയങ്കര ഇഷ്ടമാണ്. ഇസു കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് കാണാൻ തുടങ്ങിയതാണ് ഇസുവിൻ്റെ വീഡിയോ. പിന്നെ അത് കഴിഞ്ഞ് ആലി വന്ന് അന്ന് തൊട്ട് എല്ലാ ദിവസവും കാണും. ഞങ്ങളൊരു ദിവസം വീഡിയോ ഇട്ടിലേക്ക് പുള്ളിക്കാരൻ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കും ഇൻസ്റ്റാഗ്രാമിൽ. ബാക്കിയുള്ളവർ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇവിടെ സ്ഥിരമായിട്ട് കമൻറ്റ്സ് ഇടുന്നത് എല്ലാവരോടും ഭയങ്കരമായിട്ടൊരു അഫെക്ഷൻ ഉണ്ട്. അതിൽ ഒരാൾ കണ്ടില്ലെങ്കിൽ ഞങ്ങൾ ആലോചിക്കാറുണ്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അവർ ഓക്കെ ആയിരിക്കും എന്നൊക്കെ ഞങ്ങൾ ആലോചിക്കാറുണ്ട്. ഇത് ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ്. ഇതിൽ എന്താ പറയുക, ഞാൻ പലരോടും ചോദിക്കാറുണ്ട്, കുറേ ദിവസം കാണാതിരിക്കുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് എവിടെ ആയിരുന്നു എന്നൊക്കെ. അത് എന്താ പറയുക, ഞങ്ങൾക്ക് ആ ഒരു ഫാമിലി എന്നുള്ളൊരു ഫീൽ ഉള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കുറച്ച് നേരം ഫോട്ടോയൊക്കെ എടുത്തു. പ്രവീൺ ചേട്ടനൊരു യൂട്യൂബ് ചാനലുണ്ട്, കാണാത്തവർ പറ്റുമെങ്കിൽ ഒന്ന് കാണണം കേട്ടോ. മാമ പോവാന്ന്
എവിടെ? നെക്സ്റ്റ് ടൈം വരുമ്പോൾ മിണ്ടാന്ന് പറഞ്ഞിട്ട് ആല് ഇതേ ഇപ്പം അവിടെ തന്നെ കയറി കിടക്കുകയാണ്. അല്ലെങ്കിൽ കുറച്ച് പേടിയുണ്ടെന്ന് തോന്നുന്നു, എന്താണെന്ന് അറിയത്തില്ല എന്ന്. അപ്പോൾ ആലിയോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ ഇറങ്ങുകയാണ്. അപ്പോൾ ചേട്ടൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും നമ്മൾ ലാസ്റ്റ് ചേട്ടൻ തന്നെ പറയുന്നതായിട്ട് ആഡ് ചെയ്തേക്കാം. നമ്മളെ സ്വന്തമായിട്ട് കാണുന്നത് കൊണ്ടാണല്ലോ ഇത്രയും ദൂരത്ത് നിന്ന് ആൾ വന്ന് നമ്മളെ കണ്ടിട്ട് പോയത്. അതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. ചേട്ടൻ പോയി കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് 3 പേർക്ക് ഇത്തിരി സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ അമ്മയോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എനിക്ക് പഠിക്കുന്നത് ഇഷ്ടമല്ല, ഈ ബുക്കൊക്കെ കൊണ്ടുവന്നിട്ടത് ആ ഏതുകൊണ്ടാണ് എന്നെ പഠിപ്പിക്കാനായിട്ട്, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല. അവനെ അമ്മ പറഞ്ഞൊന്ന് കൺവിൻസ് ചെയ്ത് എന്നും പറഞ്ഞിട്ട് ദേവീസും അവിടെ കിടക്കുകയാണ്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, പെൺകുട്ടികൾ നന്നായിട്ട് പഠിക്കണം എന്നാണ് നമ്മുടെ ഏതുകൂട്ടം പറയുന്നത്. ചേച്ചി അമ്മയെ നോക്കിയാൽ അമ്മയ്ക്ക് BGയും BEdും ഒക്കെ ഉണ്ട്, ചേച്ചിക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ, അതുകൊണ്ടിരുന്ന് വടി എന്ന് പറഞ്ഞിട്ട് അവളോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവൾ മൈൻഡ് ചെയ്തില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ആലിയെ കൊണ്ടുപോയി കാണിക്കുക, അവൻ എന്തായാലും പഠിക്കുന്ന. ആലി നേരം കുറച്ചൊന്നും മൈൻഡ് ചെയ്തില്ല കേട്ടോ. അവൻ കുറച്ച് കൊണ്ടുവന്ന് കാണിക്കാൻ നോക്കിയെങ്കിലും ആലി വലിയ മൈൻഡൊന്നും കാണിച്ചില്ല. ആലി ചിലപ്പോഴൊക്കെ എൻ്റെ കൂടെ ഇരുന്ന് എല്ലാം കേൾക്കും കേട്ടോ, കാർ ബൈക്ക് ഇതെല്ലാം കേൾക്കും, എൻ്റെ മുഖത്ത് പോയിക്കൊണ്ടിരിക്കും. ചിലപ്പോഴൊന്നും ആലി മൈൻഡ് ചെയ്യത്തില്ല. പിള്ളേരാരും പഠിക്കാൻ വയ്യാത്തതുകൊണ്ട് ഒരു ഒറ്റയ്ക്കിരുന്ന് അതൊക്കെ നോക്കി പഠിക്കുകയാണ്. ഇതൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. ചിലപ്പോൾ എടുത്ത് വായിലൊക്കെ വെക്കുന്ന കാണാം, കടിക്കുന്നതൊക്കെ കാണാം. പക്ഷെ ബാക്കിയുള്ള സമയത്ത് ഇതിൻ്റെയൊക്കെ പിക്ചറൊക്കെ നോക്കി നമ്മളെടുത്ത് കൊണ്ടുവന്ന് കാണിക്കും, അതെന്താന്നൊക്കെ ചോദിക്കും. ഇവൻ്റെ പഠിപ്പീരിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഈസി എവിടെയെങ്കിലും സ്ഥലം തപ്പുകയാണോ ഒന്ന് ഉറങ്ങാനായിട്ട്. റൂം ലോക്ക് ചെയ്തിരുന്നുകൊണ്ട് അതിനകത്ത് കയറാൻ പറ്റുന്നില്ല. അങ്ങനെ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഈസോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. ഈ ബക്കറ്റ് കൊണ്ടുവന്ന് ഈ സെൻറ്ററിൽ വെച്ചിരിക്കുന്ന ഇവൻ്റെ പരിപാടി കേട്ടോ. അവൻ എപ്പോഴും ഈ ബക്കറ്റ് തൂക്കി നടക്കത്തുള്ളൂ. വെയിറ്റ് അവനെ കൊണ്ട് പറ്റാത്ത വെയിറ്റൊക്കെ അവൻ്റെ അടുത്തോണ്ട് നടക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു ന്യൂ ഇയർ നന്നായിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ നമ്മുടെ സ്വന്തമായിട്ട് നമ്മുടെ ബ്രദറിന് തന്നെ പറയാൻ പറ്റുന്ന ചെയ്യുന്നതാണ് പ്രവീൺ ചേട്ടൻ. അത്രയ്ക്ക് സ്നേഹമാണ് ഞങ്ങളോട്. അപ്പോൾ പുള്ളിയെ കാണാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട് കേട്ടോ, സ്ഥിരമായിട്ടുള്ള കുറച്ച് ആൾക്കാർ. അവരെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റണമെന്ന് ഞങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട്. കുറേ പേര് എൻ്റെ മനസ്സിലുണ്ട്, നീ കാണണം, എങ്ങനെയായാലും എന്തെങ്കിലും ഒന്ന് കാണാൻ പറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം എല്ലാവരെയും കാണാൻ പറ്റട്ടെ. ഈ ഒരു 2025 എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ. എല്ലാവരുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, അതുപോലെ തന്നെ എല്ലാം പോസിറ്റീവായിട്ട് തന്നെ നടക്കട്ടെ. ഏതു ചേച്ചിയുടെ ഹെഡ് കാണിക്കും, നിൻ്റെ അല്ലേ? ആ മെല്ലെ ഹെഡ്, കുഞ്ഞ് ഹെഡ്. ചേച്ചി ഓടിക്കൊടുക്കും, മെല്ലെ മെല്ലെ. ചാനലുണ്ട്, ദ സിമ്പിൾ ജിപ്സി സോൾ എന്ന് അതിൻ്റെ പേര്. നിങ്ങൾക്ക് അത് മേലെ മെൻഷൻ ചെയ്യാം, പേര് മെൻഷൻ ചെയ്യാം, ദ സിമ്പിൾ ജിപ്സി സോൾ. ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.